ഞാൻ അദ്ദേഹത്തിന്റെ ആ വണ്ടിയുടെ മുതലാര് തരും എനിക്ക്? അല്ല ചേട്ടൻ ഒരു മിനിറ്റ്, ഞാൻ കച്ചവടത്തിന് എടുത്ത വണ്ടിയാ. അതിന്റെ മുതലാര് തരും എനിക്ക്? ഈ പറയുന്ന നാട്ടുകാർ തരുവാ? പറയുന്ന എല്ലാവർക്കും പറയാം ഞാൻ എന്ത് തെറ്റ് ചെയ്തു. അതെ, നിങ്ങൾ പറ. ഒന്ന് ഹെൽപ്പ് ചെയ്തതാണ്. സിനിമയ്ക്ക് പോകാൻ വേണ്ടി വണ്ടി കൊടുക്കുക തെറ്റാലും പറഞ്ഞിട്ടുണ്ടോ? ചെറിയ കുഞ്ഞുങ്ങളാണ്, അവർ വന്ന് വണ്ടി ചോദിച്ചപ്പം കൊടുത്തന്നേ ഉള്ളൂ. അയ്യോ ഈ ഒരു കേസിൽ ആ ചങ്ങായിയാന്ന് വണ്ടി കൊടുത്താളാന്ന് ഒന്നാമതിയാന്ന് അറിയാൻ കഴിഞ്ഞത്. ഇത് ഓരോ റെന്റ് കൊടുത്ത് പോലും പൈസ മേടിച്ചു പോലും. അത് വെച്ചാൽ അതിന് തെളിവുണ്ട്, ഗൂഗിൾ പേ ക്യാഷ് വാങ്ങിച്ചത് എല്ലാം ഉണ്ടെന്ന് എല്ലാവരും പറഞ്ഞു കേട്ടില്ലറിയുക. പക്ഷേ ഈ റെന്റിൽ കൊടുക്കുക വെച്ചാൽ ഞാൻ ഇതിൻ്റെ വയ്യത്തിൻ്റെ ആർ ടി ഓഫീസ്, നമ്മൾ തളിപ്പറമ്പ് ആർ ടി ഓഫീസിൽ പോയൊരു വ്യക്തിയാണ്. തളിപ്പറമ്പ് ആർ ടി ഓഫീസിൽ പോയാൽ ഞാൻ ചോദിച്ചാൽ അവരെന്നോട് പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടെ നിന്നല്ല ചെയ്യുന്നത്, ട്രിവാൻഡ്രത്ത് നിന്നാണ് ചെയ്യുന്നത് റെൻ്റൽ ലൈസൻസിന് വേണ്ടിയിട്ട്. ഞാൻ സുഹൃത്തിനെ വിളിച്ചു പോയി ട്രിവാൻഡ്രത്തേക്ക് പോകുമ്പോൾ അന്വേഷിച്ച സമയത്ത് 50 വണ്ടി, കുറഞ്ഞത് 50 വണ്ടി ആ ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ പേരിൽ വേണം. 50 വണ്ടി. അത് സാധാരണക്കാരന് ഒരിക്കലും അഫോർഡബിൾ ചെയ്യാൻ വേണ്ടി സാധാരണക്കാരന് ഒരിക്കലും ചെയ്യാൻ വേണ്ടി പറ്റാത്തൊരു ബിസിനസ്സാണ് റെൻ്റൽ ബിസിനസ്. കാരണം വെച്ച് 1 ലക്ഷം റുപ്യ വെച്ചിട്ട് ഒരു വണ്ടിയുടെ റേറ്റ് കൂട്ടിയാൽ തന്നെ 50 ലക്ഷം റുപ്യ. ഒരു സാധാരണക്കാരന് ഒരിക്കലും നമുക്ക് എത്തിപ്പെടാൻ വേണ്ടി പറ്റില്ല അങ്ങനത്തെ ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു കുറഞ്ഞൊരു വീട്ടിൽ വെറുതെ വെക്കുന്ന ഒരു സാധനം റെന്റ് കൊടുക്കുന്ന ചെറിയൊരു രീതിക്ക് പേപ്പറാക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ, അതായത് 5 വണ്ടി 2 വണ്ടി എല്ലാവർക്കും ഒരു പേപ്പർ ലൈസൻസ് കിട്ടുമെങ്കിൽ എല്ലാവരും ആ ലൈസൻസ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. ആ വ്യക്തി ചെയ്തതാണോ തെറ്റ്, അതിൽ നമ്മുടെ നാട്ടിലെ നിയമമാണോ തെറ്റ്, നിങ്ങളൊന്നും വിലയിരുത്തിക്കോ. സ്ഥിതിക്ക് 50 വണ്ടി വേണം. 50 വണ്ടി ഒരിക്കലും നമുക്ക് സാധാരണക്കാരന് അഫോർഡബിൾ ചെയ്യാൻ ലൈസൻസ് എടുക്കാൻ വേണ്ടി പറ്റാത്ത വിധത്തിലാണ് നിയമം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്.